എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിൽ നെല്ലുവായിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ദേശീയപാതയിൽ ചാലക്കുടി കോടതി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. വെള്ളാഞ്ചിറ കരയാമ്പറമ്പിൽ സോജന്റെ മകൻ ക്രിസ്റ്റിയാണ് മരിച്ചത്. എടക്കഴിയൂർ വളയന്തോട് പാലത്തിന് സമീപം കുരഞ്ഞിയൂർ റോഡിൽ അറവു മാലിന്യം തള്ളിയ നിലയിൽ ദുർഗന്ധം മൂലം ദുരിതം പേറി വഴിയാത്രക്കാർ. ഒല്ലൂരിൽ വെട്ടിപ്പൊളിച്ച റോഡിൽ തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി ആരംഭിക്കും. ഇതിനുള്ള സാധന സാമഗ്രികൾ ഇറക്കി തുടങ്ങി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കടങ്ങോട് പള്ളിമേപ്പുറം പുതുവീട്ടിൽ ഹുസൈൻ എന്ന് വിളിക്കുന്ന ഹാഷിമാണ് പിടിയിലായത്. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പ്രതി പിടിയിലാകുന്നത്. ഗർഭിണിയായ ഭാര്യ ജാസ്മിൻ തൂങ്ങിമരിച്ച സംഭവത്തിലാണ് ഭർത്താവായ ഹാഷിമിനെ കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വിശ്വംഭരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മേൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി എരുമപ്പെട്ടി സ്റ്റേഷനിലെത്തിച്ച ഹുസൈൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ടോയ്ലറ്റിൽ പോകണമെന്നാവശ്യപ്പെട്ട് പുറത്തിറക്കിയ തക്കത്തിലാണ് പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ച് രക്ഷപ്പെട്ടത്. പിടിയിലായ പ്രതിക്കെതിരെ കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ചതിനും പോലീസ് കേസെടുത്തു. ചാടിപ്പോയ പ്രതിയെ നേരം പുലരുന്നതിനുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞത് എരുമപ്പെട്ടി പോലീസിന് ആശ്വാസവും അഭിമാനവുമായി മാറി. ഗാർഹിക പീഡനം മൂലം ഭാര്യ ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ പ്രതി ഹാഷിം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. റൈറ്ററും 2 വനിതാ പോലീസുകാരുമാണ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. റൈറ്റർ കമ്പ്യൂട്ടർ റൂമിൽ കയറിയ തക്കത്തിൽ ഇയാൾ വനിതാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും റൈറ്ററും പ്രതിയുടെ പുറകെ ഓടിയെങ്കിലും ഇയാൾ എരുമപ്പെട്ടി പുഴയിൽ ചാടി മറുകരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. തുടർന്ന് SIയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസെത്തി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും പൊന്തക്കാടുകൾ നിറഞ്ഞ പറമ്പുകളിലൂടെയും വനത്തിനുള്ളിലൂടെയും സഞ്ചരിച്ച പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിനെ സഹായിക്കാൻ നാട്ടുകാരും എത്തിയതോടെ തിരച്ചിൽ ഊർജിതമായി. പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ പ്രതി ഇരുട്ടുവോളം ആളൊഴിഞ്ഞ ചതുപ്പ് നിറഞ്ഞ പറമ്പിലെ പൊന്തക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്നു. ഇതിനിടയിൽ പോലീസ് നായയെ കൊണ്ടുവന്ന് പ്രതി സഞ്ചരിച്ചതായി കരുതുന്ന വഴികളിലൂടെ മണം പിടിച്ചു നടത്തിച്ചെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചില്ല. ട്രൗസർ മാത്രം ധരിച്ചിരുന്ന ഇയാൾ രാത്രി 8 മണിയോടെ പുറത്തിറങ്ങി നെല്ലുവായിലുള്ള വീട്ടിൽ നിന്നും ടീഷർട്ടും മുണ്ടും മോഷ്ടിച്ചതാണ് പ്രതി പരിസര പ്രദേശങ്ങളിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഇതോടെ തന്ത്രപരമായ നീക്കത്തിന് പോലീസ് ഒരുങ്ങുകയായിരുന്നു. തിരച്ചിൽ അവസാനിപ്പിച്ച മട്ടിൽ പിന്മാറിയ പോലീസ് പിന്നീട് സാധാരണ വേഷത്തിൽ നെല്ലുവായ് പ്രദേശം വളയുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷകളിലും സ്വകാര്യ വാഹനങ്ങളിലും റോന്തു ചുറ്റിയ പോലീസ് പ്രധാന റോഡിലും ഇടവഴികളിലും പതുങ്ങിയിരുന്നു. റോഡിൽ വാഹനങ്ങൾ ഒഴിയുകയും ആളനക്കം നിലയ്ക്കുകയും ചെയ്തതോടെ ഹാഷിം നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിന് സമീപത്തുള്ള വഴിയിൽ നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡരികിലെ ബസ് സ്റ്റോപ്പിന് സമീപം പതുങ്ങിയിരുന്ന പോലീസ് സംഘം ഇയാളുടെ മേൽ ചാടിവീണ് പിടികൂടുകയായിരുന്നു. കുതറിയോടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. പ്രതി ചാടിപ്പോയ സംഭവത്തിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതോടെ വലിയ ആശ്വാസമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. TCV എരുമപ്പെട്ടി. ദേശീയപാതയിൽ ചാലക്കുടി കോടതി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. വെള്ളാഞ്ചിറ കരയാമ്പറമ്പിൽ സോജന്റെ മകൻ 20 വയസ്സുള്ള ക്രിസ്റ്റി സോജനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. വീട്ടിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു യുവാവ്. സർവീസ് റോഡിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ക്രിസ്റ്റിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര സഹൃദയ കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിയാണ്. എടക്കഴിയൂർ വളയന്തോട് പാലത്തിന് സമീപം കുരഞ്ഞിയൂർ റോഡിൽ അറവു മാലിന്യം തള്ളിയ നിലയിൽ ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള യാത്ര ദുരിതമാകുന്നു. മഴ പെയ്തതോടെ മാലിന്യം ചീഞ്ഞു നാറി ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. അറവു മാലിന്യമാണ് വലിയ ചാക്കുകളിലായി റോഡരികിൽ തള്ളിയിരിക്കുന്നത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. കനോലി കനാലിന് സമീപമായതിനാൽ ഈ മാലിന്യം കനാലിലേക്കും ഒഴുകുകയാണ്. രാത്രികാലങ്ങളിൽ വിജനമായ ഇവിടെ തെരുവ് വിളക്കുകൾ കത്താറില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലാണ് ഇത്തരം മാലിന്യങ്ങൾ വലിയ വാഹനങ്ങളിലായി കൊണ്ടുവന്ന് ഇവിടേക്ക് തള്ളുന്നത്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും അധികാരികൾ നടപടികൾ എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മേഖലയിലെ വിവിധയിടങ്ങളിലും ഇത്തരം മാലിന്യം തള്ളുന്നുണ്ട്. മഴക്കാലമായതിനാൽ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയിൽ ഇത്തരം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്.
ഒല്ലൂരിൽ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡിൽ തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി ആരംഭിക്കും. ഇതിനുള്ള സാധന സാമഗ്രികൾ ഇറക്കി തുടങ്ങി. ഒല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ ക്രിസ്റ്റഫർ നഗർ വരെയുള്ള 2.5 കിലോമീറ്റർ റോഡാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. മെറ്റൽ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുടെ ലഭ്യത കുറവാണ് പണി നീണ്ടുപോകാൻ ഇടയാക്കിയത്. ഒല്ലൂർ തൃശൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഒറ്റ വരിയിലായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച ഭാഗമാണ് SMT ചെയ്ത് മെക്കാഡം ടാറിംഗ് നടത്തുക. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധം തുടരുകയാണ്. വൃദ്ധ സഹോദരിമാർക്ക് CPM ഏർപ്പെടുത്തിയ ഊരുവിലക്ക് അവസാനിപ്പിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. അന്തിക്കാട് കല്ലിട വഴിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി സ്വീകരിച്ച നടപടിയാണ് വയോധികരായ സഹോദരിമാരുടെ കുടുംബത്തെ ദുരിതത്തിലാക്കിയത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ താൽക്കാലിക ഉത്തരവിലൂടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ശ്രീവത്സന്റെ നേതൃത്വത്തിൽ ഇവരുടെ വീട്ടുമതിൽ പൊളിച്ച് കാനകോരി വെള്ളം ഒഴുക്കിവിട്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് BJP ജില്ലാ അധ്യക്ഷൻ നാഗേഷ് ഇവരുടെ വീട് സന്ദർശിച്ചത്. CPM DYFI പ്രവർത്തകർക്കെതിരെ ഭൂമി കയ്യേറി അക്രമങ്ങൾ നടത്തിയതിനും മലിനജലം ഒഴുക്കിവിട്ടതിനും ഹൈക്കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നും PWD കാന നിർമ്മാണത്തിന് പാസായ 36 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയത് ഈ കുടുംബത്തോടുള്ള ദ്രോഹം തുടരാൻ വേണ്ടിയാണ് എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. BJP മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പള്ളത്ത്, ഗിരീഷ് മാസ്റ്റർ, സുബിൻ കാരമാക്കൽ, രാജേഷ് അന്തിക്കാട് എന്നിവരും നാഗേഷിനോടൊപ്പം ഉണ്ടായിരുന്നു. ആഹാര സാധനങ്ങളിൽ മായം കലർത്തുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. കയ്പമംഗലത്ത് സധൈര്യം കൂട്ടായ്മ സംഘടിപ്പിച്ച സ്ഥാനാർബുദ ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ പൗരനായപ്പോൾ തനിക്ക് ജഡ്ജിയായിരുന്നതിനേക്കാൾ കൂടുതൽ അധികാരവും അവകാശവും ലഭിച്ചുവെന്ന് തോന്നുന്നുവെന്നും കമാൽ പാഷ പറഞ്ഞു. സധൈര്യം കൂട്ടായ്മ ചെയർമാൻ PA അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കമാൽ പാഷ സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബൈന പ്രദീപ്, TV സുരേഷ് ബാബു, ജനപ്രതിനിധികളായ ഷീന വിശ്വൻ, ലൈല മജീദ്, ഗീത മോഹൻദാസ്, MU ഉമറുൽ ഫാറൂഖ്, PS സജീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ഥാനാർബുദം പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ VP ഗംഗാധരൻ ക്ലാസ്സെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിലെ കരിവീരന്മാർക്ക് ഇനി മേനി മിനുക്കും കാലം. 1 മാസം നീണ്ടുനിൽക്കുന്ന സുഖചികിത്സയ്ക്ക് ആനത്താവളത്തിൽ തുടക്കമായി. ശാന്തപ്രകൃതക്കാരനായ കൊമ്പൻ ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുള്ള നൽകി PK ബിജു MP സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ M വിജയൻ, P ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ CC ശശിധരൻ, മുൻ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ എന്നിവരും ചോറ് ഉരുളകൾ നൽകി. ഇനി 30 ദിവസവും ഉച്ചതിരിഞ്ഞ് 3 ആനകളെ കുളിപ്പിച്ച് വരിയായി നിർത്തി ആയുർവേദ, അലോപ്പതി മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ ചോറ് നൽകും. 3 കിലോ അരി, ഓരോ കിലോഗ്രാം വീതം മുതിര, ചെറുപയർ, റാഗിപ്പൊടി, 250 ഗ്രാം ചവനപ്രാശം, അഷ്ടചൂർണം, മിനറൽ മിക്സ്ചർ, അയൺ ടോണിക് എന്നിങ്ങനെയാണ് ഒരു ദിവസത്തെ മെനു. പ്രായവും തൂക്കവും അനുസരിച്ച് കൂട്ടിൽ വ്യത്യാസമുണ്ടാകും. 49 ആനകളിൽ 20 ആനകളാണ് സുഖചികിത്സയിൽ പങ്കെടുത്തത്. പേരുകേട്ട കൊമ്പന്മാരായ ഗജരത്നം പത്മനാഭൻ, വലിയ കേശവൻ, ഇന്ദ്രസൻ തുടങ്ങി 21 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് നീരിൽ നിന്നും അഴിച്ചതിനു ശേഷമാണ് ചികിത്സ നൽകുക. കൃത്യമായി വിസ്തരിച്ച് തേച്ചുകുളി, മരുന്ന്, ചോറുള്ള, വ്യായാമം എന്നിങ്ങനെ ദിനചര്യ ഒരുക്കുമ്പോൾ ആനകൾക്ക് ആയുസ്സും അഴകും ലഭിക്കുമെന്നാണ് ആന വിദഗ്ധരുടെ അഭിപ്രായം. ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ K വിവേക്, ഡോക്ടർ PS രാജീവ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ നടക്കുന്നത്. ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. എളവള്ളിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കാനൊരുങ്ങുന്നു. എളവള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ 10 ഏക്കറോളം വിസ്തൃതിയിലുള്ള പാടത്താണ് വീണ്ടും നെൽകൃഷി ആരംഭിക്കുന്നത്.
20 വർഷത്തോളമായി തരിശുഭൂമിയായി കിടക്കുന്ന പാടം വാർഡ് മെമ്പർ KR രഞ്ജിത്ത് ഇടപെട്ടാണ് ഭൂ ഉടമകളുടെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ വീണ്ടും കൃഷിയിറക്കുന്നത്. പുല്ലുപിടിച്ചു കിടക്കുന്ന നെൽപ്പാടം യന്ത്രസഹായത്തോടെ കൃഷിയോഗ്യമാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5 ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കുന്നത്. ജൂലൈ പകുതിയോടെ നടീൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് 4-ാം വാർഡിലെ കർഷക സുഹൃത്തുക്കൾ. പോർക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടം പഞ്ചായത്തിന് വിട്ടു നൽകാതെ സ്വകാര്യ സമിതിക്ക് വിട്ടു നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. അക്കിക്കാവ് ജംഗ്ഷനിലാണ് പോർക്കുളം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ മുടക്കി കെട്ടിടം പണിതത്. ഹൈവേയിൽ കണ്ണായ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം പഞ്ചായത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക വരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ നിലവിൽ കടവല്ലൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക നഴ്സറി ഈ കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ്. കെട്ടിടത്തിന് നമ്പറിടുകയോ വൈദ്യുതി ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല. ലക്ഷങ്ങൾ പ്രതിവർഷം വരുമാനമുണ്ടാകുന്ന സ്ഥലം CPM പ്രവർത്തകർക്കായി അന്യായമായി വിട്ടുനൽകുകയാണ് എന്നാണ് പഞ്ചായത്ത് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പഞ്ചായത്ത് സ്വത്ത് അന്യായമായി വിട്ടുനൽകിയ സംഭവത്തിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. സ്വത്ത് വിവരം സമർപ്പിച്ചതിൽ പിശക് സംഭവിച്ചതിനെ തുടർന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളോടും ഹാജരാകുവാൻ തിരുവനന്തപുരം ലോകായുക്ത കോടതിയിൽ ഉത്തരവ് നൽകി. പഞ്ചായത്ത് അംഗങ്ങളുടെ സ്വത്ത് വിവരം സമർപ്പിച്ച ഫോറം മാറിയതിനെ തുടർന്നാണ് ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളോടും നാളെ നേരിട്ട് ഹാജരായി ശരിയായ ഫോറത്തിൽ സ്വത്ത് വിവരം സമർപ്പിക്കാൻ തിരുവനന്തപുരം ലോകായുക്ത കോടതി ഉത്തരവിട്ടത്. ഇതേ തുടർന്ന് ഭരണസമിതിയിലെ 17 അംഗങ്ങളും തിങ്കളാഴ്ച ലോകായുക്ത കോടതിയിൽ ഹാജരായി സ്വത്ത് വിവരം സമർപ്പിക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. മുൻ തീരുമാനപ്രകാരം രാവിലെ മുതൽ ക്ഷേത്ര മൈതാനിയിലെത്തുന്ന വാഹനങ്ങളിൽ നിന്നും പാർക്കിംഗ് ഫീസ് ഈടാക്കി തുടങ്ങിയതോടെയാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. പാർക്കിംഗ് ഫീസ് പിരിവ് തുടർന്നാൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുമെന്ന് സംഘടനാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് സ്ഥലത്തെത്തിയ ദേവസ്വം മെമ്പർ അഡ്വക്കേറ്റ് അരുൺകുമാർ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. പാർക്കിംഗ് ഫീസ് പിരിവ് അനുവദിക്കില്ല എന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിന്നതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ചർച്ച നടത്തും വരെ ഫീസ് പിരിവ് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ചാവക്കാട് പുതിയ മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് SDPI മണ്ഡലം കമ്മിറ്റി മത്സ്യ മാർക്കറ്റിനു മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. നിലവിലെ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് TM അക്ബർ, മണ്ഡലം സെക്രട്ടറി KH ഷാജഹാൻ, അൻവർ സാദിഖ്, ഷക്കീർ ഉസൈൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ AK അച്യുതൻ സ്മാരക പുരസ്കാരം TCV മാറ്റൊലി പ്രോഗ്രാം അവതാരകൻ ജോബി ജോൺ ഏറ്റുവാങ്ങി. മണ്ണുത്തിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. ജോസ് പാലോക്കാരൻ അധ്യക്ഷനായിരുന്നു. മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ കൌൺസിലർ CB ഗീത, DCC ജനറൽ സെക്രട്ടറി ഭാസ്കരൻ ആദങ്കാവിൽ, AK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ചുങ്കത്ത് ജ്വല്ലറിയുടെ മെറിറ്റ് ദിന ആഘോഷങ്ങൾ സമാപിച്ചു. ചടങ്ങിൽ ഇരിങ്ങാലക്കുടയിലെയും സമീപ പഞ്ചായത്തുകളിലെയും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട ജില്ലാ സബ് ജഡ്ജ് G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ പോൾ ചുങ്കത്ത് അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ രഞ്ജിത്ത് ചുങ്കത്ത്, കാർട്ടൂണിസ്റ്റ് C. മോഹൻദാസ്, അഡ്വക്കേറ്റ് സജി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ പ്രത്യേക സമ്മാനങ്ങളും നൽകി. വൈവിധ്യമാർന്ന പുതുവസ്ത്രങ്ങളുടെ കമനീയ ശേഖരവും വിസ്മയിപ്പിക്കുന്ന വിലക്കിഴിവുമായി കല്യാൺ സിൽക്സിൽ ആടി സെയിൽ ആരംഭിച്ചു. 10 മുതൽ 50% വരെ വിലക്കിഴിവോടെയാണ് കല്യാൺ സിൽക്സിൽ ആടി സെയിൽ ആരംഭിച്ചിരിക്കുന്നത്. കിഡ്സ് വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, സാരികൾ, സൽവാറുകൾ, കുർത്തി, ഹോം ഫർണിഷിംഗ്, പാർട്ടി വെയർ, എത്നിക് വെയർ എന്നിവയിലെ വിപുലമായ പുതുപുത്തൻ ശേഖരമാണ് ഈ വർഷത്തെ സവിശേഷത. വിവിധ മില്ലുകളുടെ പ്രമുഖ ബ്രാൻഡുകളോടൊപ്പം കല്യാൺ സിൽക്സിന്റെ സ്വന്തം നിർമ്മാണ കേന്ദ്രങ്ങളിലെ വസ്ത്രശേഖരങ്ങളും ആടി സെയിലിനായി കല്യാൺ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. 50% വരെ വിലക്കിഴിവുള്ള സാരികൾ, മെൻസ് വെയർ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ഇരട്ടി സ്റ്റോക്കുകൾ ഉള്ളതിനാൽ ഉപഭോക്താക്കളെ വിസ്മയിപ്പിക്കുന്ന ഒരു ഷോപ്പിംഗ് അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ്
കല്യാൺ സിൽക്സിലെ ആടി സെയിൽ ജൂലൈ 25 വരെ കല്യാൺ സിൽക്സ് ആടി സെയിൽ തുടരും. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് നടയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. അന്തിക്കാട് KGM-LP സ്കൂളിനോട് ചേർന്ന് പോകുന്ന പുത്തൻകോവിലകം കല്ലിട വഴി റോഡിലെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. KPCC മെമ്പർ സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വെള്ളൂർ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ E രമേശൻ, KB രാജീവ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത 17 കയ്പമംഗലം ബോർഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടിപ്പർ ലോറിയിലിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. വലപ്പാട് ബീച്ച് സ്വദേശി കോഴിശ്ശേരി ദേവനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ടിപ്പറിന്റെ പിൻചക്രത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിൻചക്രം തെറിച്ചുപോയി. കാറിന്റെ മുൻഭാഗം തകർന്നു. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് മദ്യലഹരിയിൽ അടച്ചുപൂട്ടിയ വീടിനുള്ളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഗൃഹനാഥനെ പോലീസ് കീഴ്പ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. കുന്നത്തുപാടം മാവറ അവറാച്ചൻ എന്ന ബാബുവാണ് മണിക്കൂറുകളോളം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വീട്ടുകാർ പോയ ദേഷ്യത്തിൽ അകത്ത് കയറിയ ഇയാൾ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. വാതിലുകൾ പൂട്ടിയിട്ട് വീടിനകത്ത് മദ്യലഹരിയിൽ വെട്ടുകത്തി ഉയർത്തി നിന്നു. ഗ്യാസ് തുറന്നുവിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണി മുഴക്കി. വിവരമറിഞ്ഞ് വരന്തരപ്പള്ളി SIയുടെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും എത്തി. വീടിനകത്ത് കടന്ന പോലീസ് അവറാച്ചിനെ കീഴ്പ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. കയ്പമംഗലം കുട്ടമംഗലത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്കറിന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ അഷ്കർ ജോലി കഴിഞ്ഞ് 1:30യോടെയാണ് വീട്ടിലെത്തിയത്. അരമണിക്കൂർ കഴിഞ്ഞ് ടയർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തീ ആളിക്കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ വെള്ളമൊഴിച്ച് തീയണച്ചു. ബൈക്കിന്റെ പിൻചക്രവും സീറ്റും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരവും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു. പുരസ്കാര വിതരണ സമ്മേളനം DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് KP വിശ്വനാഥൻ എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാരവും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 7 ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതായി UR പ്രദീപ് MLA അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ആർദ്രം മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ 7 ആശുപത്രികൾ അടക്കം 48 ആശുപത്രികളെ ജില്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് UR പ്രദീപ് MLA പറഞ്ഞു. CPIML റെഡ് സ്റ്റാർ പുതുക്കാട് ഏരിയ സമ്മേളനം അളഗപ്പ നഗറിൽ RYFI സംസ്ഥാന പ്രസിഡന്റ് ND വേണു ഉദ്ഘാടനം ചെയ്തു. TC അയ്യപ്പൻ, PS സുബ്രൻ, AK ചന്ദ്രൻ, K ശിവരാമൻ, KV പുരുഷോത്തമൻ, EK നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര കലാപരിഷത്ത് വായനശാലയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടന്നു. അംഗങ്ങളായ PS സതീശൻ, ഡോക്ടർ പുഷ്കരൻ, KD പ്രദീപ് എന്നിവരുടെ അനുസ്മരണമാണ് നടന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കുര്യക്കോട്ട യോഗത്തിൽ അധ്യക്ഷനായി. സാഹിത്യകാരൻ കെ രാജൻ ലക്ഷ്മണൻ, സാമൂഹ്യ പ്രവർത്തകനായ CF രാജൻ, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തലപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തകനായി തിരഞ്ഞെടുക്കപ്പെട്ട MV സുരേഷിനെ കുമ്പളങ്ങാട് വയോജനവേദി ആദരിച്ചു. കുമ്പളങ്ങാട് വായനശാലയിൽ നടന്ന ചടങ്ങിൽ വയോജനവേദി പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷയായിരുന്നു. വായനശാല പ്രസിഡന്റ് K സേതുമാധവൻ, MA വേലായുധൻ, KK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
രമ്യ ഇന്ദ്രന്റെ ആർക്കും വേണ്ടാത്തവൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നന്ദിക്കരയിൽ കഥാകൃത്ത് അശോകൻ ചെരുവിൽ നിർവഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KN ഹരി അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് KR വിജയ, കാർത്തിക ജയൻ, KJ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സഭ ഡോക്ടർ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ജോസഫ് ജോൺ തേറാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ E വേണുഗോപാല മേനോൻ, ദീപ S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP വെങ്ങണിശ്ശേരി സൗത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. SNDP പെരിങ്ങോട്ടുകര യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹണി കണ്ണാറ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങണിശ്ശേരി സൗത്ത് ശാഖ വൈസ് പ്രസിഡന്റ് രവി പറവത്ത് അധ്യക്ഷനായിരുന്നു. SNDP യൂണിയൻ കമ്മിറ്റി അംഗം ഷൺമുഖൻ കളപ്പുരയ്ക്കൽ പഠന ഉപകരണ വിതരണം നടത്തി. മനോജ് അയ്യപ്പത്ത്, വിജയ ഷൺമുഖൻ, അമരാവതി മാമുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. മാള മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റി യോഗം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KR കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു. KV അപ്പുകുട്ടൻ, KM ബാവ, KM പുരുഷോത്തമൻ, ഗോകുൽനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കൺവെൻഷൻ ചേലക്കരയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. M പത്മകുമാർ അധ്യക്ഷനായിരുന്നു. K നന്ദകുമാർ, ധനഞ്ജയൻ മച്ചിങ്ങൽ, V മുരളി, ബിനീഷ് ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പണ്ടാറക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റോഡിൽ ഞാറുനട്ട് പ്രതിഷേധിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ PG ഗിനീഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രമേശ് വാഴപ്പിലാത്ത്, സരിത ഹരിദാസ്, ഗീതു ഷിജി, സരള രാജഗോപാൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ചേലക്കര 24 മന തെലുങ്ക് ചെട്ടി യൂത്ത് ഫെഡറേഷൻ പ്രതിഭാസംഗമം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ പ്രസിഡന്റ് അയ്യപ്പൻ പാലത്തുള്ളി അധ്യക്ഷനായിരുന്നു. PR വിശ്വനാഥൻ, സുജിത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിൽ നെല്ലുവായിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ദേശീയപാതയിൽ ചാലക്കുടി കോടതി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. വെള്ളാഞ്ചിറ കരയാമ്പറമ്പിൽ സോജന്റെ മകൻ ക്രിസ്റ്റിയാണ് മരിച്ചത്. എടക്കഴിയൂർ വളയന്തോട് പാലത്തിന് സമീപം കുരഞ്ഞൂർ റോഡിൽ അറവു മാലിന്യം തള്ളിയ നിലയിൽ. ദുർഗന്ധം മൂലം ദുരിതം പേറി വഴിയാത്രക്കാർ. ഒല്ലൂരിൽ വെട്ടിപ്പൊളിച്ച റോഡിൽ തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി ആരംഭിക്കും. ഇതിനുള്ള സാധന സാമഗ്രികൾ ഇറക്കി തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.